ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫ്ലാഞ്ച്ഡ് ബീംസിൻ്റെ പോർഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ടി ബീംസിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത്. ഇന്ന് ഐസോലേറ്റഡ് ടി ബീമിൽ ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ ഇസ് an isolated T-beam has flange of 2400 mm wide and 120 mm deep. The effective width and depth of web are 300 mm and 580 mm respectively. The tension reinforcement consists of 8 numbers of 22 mm dia bars. The beam is supported over a span of 3.6 meter. Take M20 and FE 415. Determine the flexural capacity of the beam. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ആദ്യം ഗിവൺ ഡേറ്റാസ് നമുക്ക് എഴുതാം. ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇസ് 2400 mm. ദെൻ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ക്യാപിറ്റൽ DF ഇസ് ഈക്വൽ ടു 120 mm ആൻഡ് D ഇസ് ഈക്വൽ ടു 580 mm ആണ്. അതായത് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. അതേപോലെ വെബിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 300 mm ആണ്. ലെങ്ത് തന്നിട്ടുണ്ട് അവർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.6 മീറ്റർ ആൻഡ് ദ ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഇസ് 415 ആൻഡ് കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 20. ഫസ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് അവർ AST അല്ലേ. ASTൻ്റെ അവർ തന്നിട്ടുണ്ട് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 8 numbers of 22 mm ഡയ ബാറാണ്. ഹെൻസ് AST is equal to 8 into pi by 4 into 22 square. So അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഇസ് 3041.06 mm square ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ എഫക്റ്റീവ് വിഡ്ത്ത് അല്ലേ. എഫക്റ്റീവ് വിഡ്ത്ത് ആണ് നമ്മൾ ടി ബീമിൻ്റെ കേസിൽ, നോർമൽ ടി ബീമിൻ്റെ കേസിലുള്ള എഫക്റ്റീവ് വിഡ്ത്തിൻ്റെ ഫോർമുല വെച്ചിട്ടാണ് പ്രീവിയസ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദ ബീം ഇസ് എൻ ഐസോലേറ്റഡ് ടി ബീം, ഹെൻസ് ദ എഫക്റ്റീവ് വിഡ്ത്ത് കാണേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. നമ്മളത് കണ്ടീഷൻസിൽ പറഞ്ഞിരുന്നു. സോ ദ ഫോർമുല BF is equal to L0 by L0 by B plus 4 plus BW ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെങ്ത് അവർ തന്നിട്ടുള്ളത് 3600 ആണ്, അതായത് 3.6 മീറ്റർ ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ mm. സോ 3600 ഡിവൈഡഡ് ബൈ 3600 ഡിവൈഡഡ് ബൈ 2400 പ്ലസ് 4 പ്ലസ് 300 അല്ലേ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു 954.54 mm ആണ്. സോ ഗിവൺ ബ്രെത്തിനേക്കാളും എഫക്റ്റീവ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലെസ്സർ വാല്യൂ ആണ്. ഹെൻസ് വി നീഡ് ടു അഡോപ്റ്റ് ദ ലെസ്സർ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ എടുക്കുന്നത് BF ഇസ് ഈക്വൽ ടു ഫ്ലാഞ്ച് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 954.54 mm എന്നുള്ളൊരു വാല്യൂ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു അസ്യൂം ദാറ്റ് ദ ന്യൂട്രൽ ആക്സസ് ഇസ് വിത്തിൻ ദ ഫ്ലാഞ്ച് അല്ലേ. അപ്പോൾ ന്യൂട്രൽ ആക്സസ് ഇസ് വിത്തിൻ ദ ഫ്ലാഞ്ച് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് ടു ചെക്ക് ഫോർ ഇറ്റ്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? കംപ്രഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ ടെൻഷൻ ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ കംപ്രഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ടെൻഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? സിൻസ് ദ ന്യൂട്രൽ ആക്സ് ഇസ് വിത്തിൻ ഫ്ലാഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റെക്ടാങ്കുലർ ബീമിൻ്റെ തന്നെ കണ്ടീഷനാണ് നമ്മളിവിടെ എടുക്കുക. സോ ദ കംപ്രഷൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടെൻഷൻ ഫോഴ്സ്, ദാറ്റ് ഇസ് 0.36 FCK BF ഇൻറ്റു XU ഇസ് ഈക്വൽ ടു 0.87 FI AST ആണ് അല്ലേ. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ആണ്. അപ്പോൾ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? XU ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹെൻസ് XU ഇസ് ഈക്വൽ ടു 0.87 ഇൻറ്റു FI ഇൻറ്റു AST ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു BF എന്നുള്ളൊരു ഇക്വേഷനാണ് അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു 0.87 ഇൻറ്റു FIയുടെ വാല്യൂ എത്രയാണ്? 415 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതേപോലെ ASTയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. 3041.06 ആണ് വരുന്ന ASTയുടെ വാല്യൂ ഡിവൈഡഡ് ബൈ 0.36 ഇൻറ്റു 20 ഇൻറ്റു BFൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതാണ്. ഇറ്റ് ഇസ് 954.54 ആണ് വരുന്നത്. സോ ഓൾ ടുഗദർ വിച്ച് ഇസ് ഈക്വൽ ടു XU ഇസ് ഈക്വൽ ടു 159.76 mm ആണ് നമുക്ക് കിട്ടുന്നത്.
ഓക്കെ, സോ വി നീഡ് ടു കമ്പയർ വെദർ നമ്മുടെ അസംഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാനുണ്ട്. സോ നമുക്ക് കിട്ടിയ എക്സിയുടെ വാല്യൂ 159.76 ആണ്. പക്ഷേ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 120 ആണ്. ഹെൻസ് ദ ഗോട്ട് വാല്യൂ, അതായത് എക്സിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഡി എഫ് ആണ്. ഹെൻസ് നമ്മുടെ അസംഷൻ എന്താണ്? തെറ്റാണ്. ദ അസംഷൻ ഹാസ് ടു ബി ചേഞ്ച്. ദ ന്യൂട്രൽ ആക്സിസ് വിത്തിൻ ദ ഫ്ലാഞ്ച് അല്ല, പകരം അതിന് താഴെയാണ് വരുന്നത്. ഹെൻസ് ദ ന്യൂട്രൽ ആക്സിസ് ഇസ് ബിലോ ദ ഫ്ലാഞ്ച് ആണ് വരുന്നത്. അവിടെ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻസ് രണ്ടായിരുന്നു അല്ലേ? അവിടുത്തെ ചെക്ക് കണ്ടീഷൻ എന്താണ് വന്നത്? ഡി എഫ്, അതായത് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.2 എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി, അതായത് ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് ലെസ് ദാൻ 0.2 എന്നൊരു കണ്ടീഷനായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യണം. നിങ്ങൾ ടി ബീമിൻ്റെ ആദ്യത്തെ കേസസിലുള്ള ഇക്വേഷൻസ് ആണ്, അതൊന്ന് റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, സോ നമുക്കിവിടെ ചെക്ക് ചെയ്യാം വെദർ ഡി എഫ്, അതായത് ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് വെദർ ഗ്രേറ്റർ ദാൻ 0.2 ആണോ ഓർ ലെസ് ദാൻ 0.2 ആണോ. അപ്പോൾ ഡി എഫ് ബൈ ഡി വിച്ച് ഇസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 580 അല്ലേ? 580 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0.206 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. സോ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ഇറ്റ് ആസ് 0.21. ഓക്കെ, അപ്പോൾ 21, ഹെൻസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0.2 ആണ് അല്ലേ? 0.21 ആണ് വരുന്നത്. ഹെൻസ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0.2 ആണ്. സോ വി ഹാവ് ടു ടേക്ക് അവർ സെക്കൻഡ് കണ്ടീഷൻ, അതായത് ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ഡെപ്ത് ഇസ് ഗ്രേറ്റർ ദാൻ 0.2. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക? Again, our equilibrium condition, total compressive force is equal to total tension. പക്ഷേ ഇവിടെ കംപ്രസീവ് ഫോഴ്സ് എടുക്കുന്ന സമയത്ത് എങ്ങനെ നമ്മൾ കാണണം? കംപ്രഷൻ ഫോഴ്സ് ഓൺ ദ വെബ് ആസ് വെൽ ആസ് കംപ്രഷൻ ഫോഴ്സ് ഓൺ ദ ഫ്ലാഞ്ച് പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. സോ ടോട്ടൽ കംപ്രഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു 0.36 FCK BW ഇൻറ്റു XU മാക്സ്. അത് നമ്മൾ സാധാരണ എഴുതുന്ന ഇക്വേഷനാണ്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ വരുന്ന ഒരു ഇക്വേഷനാണ് 0.45 FCK BF മൈനസ് BW ഇൻറ്റു YF വിച്ച് ഇസ് ഈക്വൽ ടു 0.87 FI AST ആണ് അല്ലേ? ഇതിപ്പം ഗ്രേറ്റർ ദാൻ 0.2 എന്ന് വന്ന ടൈമിലുള്ള ഇക്വേഷനാണ് ഇത്. ഇനി ലെസ് ദാൻ 0.2 ആണെങ്കിൽ അവിടെ ഇക്വേഷൻ വേറെയാണ്. അത് നിങ്ങൾ പ്രീവിയസ് നോട്ട് ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് ആ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നിന്നും വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ XU, ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാനുണ്ട് അല്ലേ? അതിനുവേണ്ടി നമ്മൾ ഇവിടെ നോക്കി അറിയാം. നമുക്ക് YF എന്ന് പറഞ്ഞ ടേം എന്താണ് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുക. സോ YF ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? വിച്ച് ഇസ് ഈക്വൽ ടു 0.15 ഇൻറ്റു XU പ്ലസ് 0.65 ഇൻറ്റു DF ആണ് അല്ലേ? സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഗെയിൻ ഇവിടെ XU എന്ന് പറഞ്ഞ ടേം അറിയില്ല, സോ അത് XU ആയിട്ട് തന്നെ കിടക്കട്ടെ. അതർ ടേംസിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. ഓക്കെ, സോ വി ഗെറ്റ് ഇറ്റ് ആസ് 0.15 XU plus 0.65 into 120 or we get is 0.15 XU plus 78. അപ്പോൾ അതാണ് നമ്മുടെ YF എന്ന് പറഞ്ഞ വാല്യൂ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കംപ്രഷൻ ഇസ് ഈക്വൽ ടു ടെൻഷൻ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 0.36 ഇൻറ്റു 20 ഇൻറ്റു 300 ഇൻറ്റു XU പ്ലസ് 0.45 ഇൻറ്റു 20 ഇൻറ്റു 954.54 മൈനസ് 300 ഇൻറ്റു YF ആണ്. അപ്പോൾ YFൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.15 XU പ്ലസ് 78 വിച്ച് ഇസ് ഈക്വൽ ടു ദ ടെൻഷൻ ഫോഴ്സ് ദാറ്റ് ഇസ് 0.87415 ഇൻറ്റു 3041.06. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 209 mm ആണ് വരുന്നത്.
നെക്സ്റ്റ് വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ഓർ ഓവർ റീഇൻഫോഴ്സ്ഡ് എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ ഓവർ റീഇൻഫോഴ്സ്ഡ് ഏത് കണ്ടീഷനാണ് എടുക്കുക? നമ്മുടെ കോഡ് ബുക്കിലുള്ളത് അല്ലേ. എക്സ് യു ലിമിറ്റ് ബൈ ഡി ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ള ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 ആണ്. ഹെൻസ് ദ വാല്യൂ ഫോർ എക്സ് യു ലിമിറ്റ് ബൈ ഡി ഇസ് ഈക്വൽ ടു 0.48 ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ എക്സ് യു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് യു മാക്സ് നമുക്ക് കിട്ടുന്നത് 278.4 ആണ് കിട്ടുന്നത്. ഹെൻസ് ദ ഗോട്ട് വാല്യൂ, അതായത് നമുക്ക് കിട്ടിയ വാല്യൂ 209 ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 278.4 ആണ് വരുന്നത്. ഹെൻസ് ഇറ്റ് ഇസ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് അവർ ലിമിറ്റിംഗ് മൊമെൻറ്റ് എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ലിമിറ്റിംഗ് മൊമെൻറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് മൊമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വിച്ച് ഇസ് ഈക്വൽ ടു കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലീവർ ആം ഡിസ്റ്റൻസ് ആണ് അല്ലേ. കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു ലീവർ ആം ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ എടുക്കണം? കംപ്രസീവ് ഫോഴ്സ് ഓൺ ദ ഫ്ലാഞ്ച് ആസ് വെൽ ആസ് വെബ് ഹാസ് ടു ബി കൺസിഡർ. അപ്പോൾ അത് അങ്ങനെയാണെങ്കിലാണ് ടോട്ടൽ ലിമിറ്റിംഗ് മൊമെൻറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദ എം യു ഇസ് ഈക്വൽ ടു 0.45 FCK into YF into BF minus BW into D minus YF by 2 plus 0.36 FCK BW XU into D minus 0.42 XU ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. 0.45 into 20 into 0.15 into 209 plus 78 into 954.54 minus 300 into 580 minus 54.675 plus 0.36 into 20 into 300 into 205 into 580 minus 0.42 into 209. അപ്പോൾ ഇത്രയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ട് പേടിക്കണ്ട. ആ ഇക്വേഷനിലുള്ള ടേംസിൻ്റെ വാല്യൂസ് മാത്രം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും വാല്യൂസ് ഉണ്ട്. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ അൾട്ടിമേറ്റ് മൊമെൻറ്റ്. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 528 into 10⁶ ന്യൂട്ടൺ mm എന്നുള്ളൊരു വാല്യൂ ആണ്. ഹെൻസ് വി ക്യാൻ റൈറ്റ് ദ മൊമെൻറ്റ് അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു 528.1 kN മീറ്റർ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഒരു ഡിസൈൻ പ്രോബ്ലമാണ്. ടി ബീമിൽ വരുന്ന ഒരു ഡിസൈൻ പ്രോബ്ലം. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഇസ് എ ഹോൾ 6 meter by 24 meter is covered by RCC slab of 150 mm thick, is supported on T-beam of 4 meter interval. The effective span of the beam is 6 meter. Take a superimposed load on the slab as 6 kN per meter square. Assume width of the beam as 300 mm. Design a intermediate beam with M20 and FE415. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ദ ഗിവൺ ഡേറ്റ നമുക്ക് എഴുതാം. ഇവിടെ ഡെപ്ത് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദ സ്ലാബ് ആണ് അല്ലേ. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് ഡെപ്ത് ഓഫ് ദ ഫ്ലാഞ്ച് ക്യാപിറ്റൽ DF ഇസ് ഈക്വൽ ടു 150 mm. ആൻഡ് വിഡ്ത്ത് ഓഫ് ദ വെബ് അവർ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഓഫ് ദ വെബ് അവർ തന്നിരിക്കുന്നത് 300 mm എന്നാണ്, അതായത് വിഡ്ത്ത് ഓഫ് ദ ബീം. ദെൻ ദേ ഹാവ് ഗിവൺ ദ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 6 meter എന്നാണ് തന്നിരിക്കുന്നത്. അതേപോലെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ ആസ് വെൽ ആസ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് FCK is equal to 20 Nm/mm², അതേപോലെ FI is equal to 415 Nm/mm² ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് അവർ ലോഡ് അല്ലേ. ലോഡാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ലോഡ് എന്ന് പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് സ്ലാബിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്, അതായത് 4 kN/m² എന്നാണ് തന്നിരിക്കുന്നത്. സോ വി നീഡ് ടു നോ വാട്ട് ഈസ് ദ ലോഡ് ഓൺ ദ ബീം ലെങ്ത് അല്ലെ. ബീം ലെങ്ത്തിൽ എത്രയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് വി ഹാവ് ടു ഡു 4 into 4 വിച്ച് ഇസ് ഈക്വൽ ടു 16 kN/m ആണ് നമ്മുടെ ലോഡ് വരുന്നത്. നെക്സ്റ്റ് സെൽഫ് വെയ്റ്റ് ഓഫ് ദ സ്ലാബ് എത്രയാണ്? സെൽഫ് വെയ്റ്റ് ഓഫ് ദ സ്ലാബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് 25 ആണ്. ഇൻറ്റു
4 ഇൻറ്റു 4 ആണ് ലെങ്ത്ത് ഇൻറ്റു തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ് 0.15 ആണ്, അതായത് 150 mm ആണ് ഒരു തിക്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ into 0.15. So hence we get the self weight of the slab is equal to 15 kilonewton per meter എന്ന് കിട്ടി. ഇനി സെൽഫ് വെയ്റ്റ് ഓഫ് ദ ബീം ആണ്. സെൽഫ് വെയ്റ്റ് ഓഫ് ദ ബീം ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു എഗെയിൻ കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു ബീമിൻ്റെ സൈസ് എത്രയാണ് 300 mm ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ 0.3 ഇൻറ്റു ഡെപ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഹെൻസ് വി നീഡ് ടു അസ്യൂം ദ ഡെപ്ത്ത്. അപ്പോൾ ഡെപ്ത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 400 mm ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം ഡെപ്ത്ത് ഇസ് ഈക്വൽ ടു 400 mm. ഹെൻസ് വി ഗെറ്റ് ദ സെൽഫ് വെയ്റ്റ് ഓഫ് ദ ബീം ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 0.3 ഇൻറ്റു 0.4 വിച്ച് ഇസ് ഈക്വൽ ടു 3 kilonewton per meter. ഇപ്പോൾ എല്ലാ ലോഡും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹെൻസ് ദ ടോട്ടൽ ലോഡ് വിൽ ബി ഈക്വൽ ടു 16 പ്ലസ് 15 പ്ലസ് 3 ദാറ്റ് ഇസ് 34 kilonewton per meter എന്ന് നമുക്ക് കിട്ടും. ഇനി എങ്ങനെയാണ് വി ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഇസ് എ ഫാക്ടേർഡ് ലോഡ്. ഫാക്ടേർഡ് ലോഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ കിട്ടിയ ലോഡ് ഇൻറ്റു ലോഡ് ഫാക്ടറാണ്. വാട്ട് ഇസ് അവർ ലോഡ് ഫാക്ടർ? 1.5 ഇസ് അവർ ലോഡ് ഫാക്ടർ. ഹെൻസ് ദ ഫാക്ടേർഡ് ലോഡ് വിൽ ബി ഈക്വൽ ടു 1.5 ഇൻറ്റു 34. ഹെൻസ് വി ഗെറ്റ് 51 kilonewton per meter ഇസ് ദ ടോട്ടൽ ലോഡ്. അപ്പോൾ ഈ ലോഡിനാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഈ ലോഡിൽ നിന്നും വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് അവർ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിച്ച് ഇസ് ആക്ടിങ് ഓൺ ദ ബീം അല്ലേ. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഫോർമുല എന്താണ്? എം ഇസ് ഈക്വൽ ടു WL²/8 ആണ്. W എന്ന് പറയുന്നത് ദ ലോഡാണ് 51 ഇൻറ്റു ലെങ്ത്ത് ക്വസ്റ്റ്യനിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 6 മീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 6 square divided by 8 which is equal to 229.5 kilonewton meter എന്നാണ് നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് അവർ എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച്. എഫക്റ്റീവ് വിഡ്ത്ത് ഓഫ് ദ ഫ്ലാഞ്ച് ഇവിടെ ടി ബീമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഐസൊലേറ്റഡ് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഹെൻസ് വി ക്യാൻ ടേക്ക് ദ ഇക്വേഷൻ ഫോർ എ ടി ബീം for finding the effective width of the flange. BF is equal to L0 by 6 plus BW plus 6 DF ആണ് ഫോർമുല. അപ്പോൾ L0 എന്ന് പറയുന്നത് should be substituted in mm. So 6 into 10 power 3 divided by 6 plus 300 plus 6 into 150 which is equal to 2200 mm ആണ് നമുക്ക് കിട്ടുന്ന effective flange width എന്ന് പറയുന്നത്. Okay. Then we have to go for the assumptions. What is our assumption? Assumption is assume the neutral axis is within the flange എന്ന് assume ചെയ്യുക. Then we can equate our total compressive force is equal to total tension. So the equation is 0.36 FCK BF into XU is equal to 0.87 FIAST ആണ്. From this we can find what is our XU. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹിയർ ദ AST ഈസ് ഓൾസോ അൺനോൺ അല്ലേ. ഏരിയ ഓഫ് സ്റ്റീൽ അറ്റ് ദ ടെൻഷൻ സൈഡ് എന്ന് പറയുന്നത് ഇസ് അൺനോൺ ആണ്. അതാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഹെൻസ് ദ ഇക്വേഷൻ വിൽ ബി ഇൻ ടേംസ് ഓഫ് AST ആയിരിക്കും. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ ആസ് 0.00227 AST എന്നാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. Okay, the next step is we need to calculate what is our maximum bending moment അല്ലേ. മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M is equal to 0.36 FCK BF into XU into D minus 0.42 XU ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓൾ ദ വാല്യൂസ്, എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം, മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് 229.5 ഇൻറ്റു 10 power 6 ആണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 0.36 ഇൻറ്റു 20 ഇൻറ്റു 2200 ഇൻറ്റു 0.0227 AST. അതാണ് നമ്മുടെ എക്സ്യുടെ കിട്ടിയ വാല്യൂ. അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു 400 മൈനസ് 0.42 ഇൻറ്റു എഗെയിൻ എക്സ്യുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക, കാരണം ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. By solving the equation on our calculator, we get the AST value as 1654.8
mm² നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വി നീഡ് ടു നോ ഏത് ഡയ ഓഫ് ബാർ ആസ് വെൽ ആസ് ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ബാർ ഷുഡ് ബി പ്രൊവൈഡഡ് അല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു അസ്യൂം ചെയ്യുന്നത് ദ ഡയ ഓഫ് ബാർ ലെറ്റ് ഇറ്റ് ബി 25 mm ഡയ. ഓക്കെ, 25 mm ഡയ ആണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബാർസ് ഇസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് സിംഗിൾ ബാർ ആണ് അല്ലേ. അപ്പോൾ 1654.89 ഡിവൈഡഡ് ബൈ pi/4 into 25². അപ്പോൾ ചെയ്യുമ്പോൾ you will be getting it as 3.37, approximately 4 numbers ആണ് കിട്ടുന്നത്. Hence we can provide 4 bars of 25 mm dia as tension reinforcement. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. നോക്കൂ, എഫക്റ്റീവ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 2200 ആണ്. അതേപോലെ ഡെപ്ത് ഓഫ് ദ ഫ്ലാഞ്ചസ് 150 mm ആൻഡ് ടെൻഷൻ സൈഡിൽ വിൽ ബി ഗിവിങ് 4 ബാർസസ് ഓഫ് 25 mm ഡയ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടി ബീമിൽ വരുന്ന ഡിസൈൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്.